Next, concept of true and fair view. എന്താണ് true and fair view എന്നുള്ള concept? The true and fair view in auditing mean that the financial statements are free from material misstatement and faithfully represents the financial performance and position of the entity. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ബാലൻസ് ഷീറ്റിലും ബി ആൻഡിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് വളരെ സത്യസന്ധമായിട്ടുള്ളതും കറക്റ്റ് ആയിട്ടുള്ളതും ആയിരിക്കണം. അല്ലാതെ ഒരുപാട് മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കരുത്, തെറ്റായ വിവരങ്ങളായിരിക്കരുത് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നുള്ള കൺസെപ്റ്റ്. The financial statements should be prepared as per Section 129, Subsection 1 of the Companies Act 2013. Companies Act 2013 Section 129, Subsection 1 അനുസരിച്ചുള്ള financial statements ആയിരിക്കണം prepare ചെയ്യുന്നത്. It requires that it is prepared as per Schedule 3 of the Companies Act and as per the accounting standards under Section 133 of the Companies Act 2013. 2013 കമ്പനീസ് ആക്ട് ഷെഡ്യൂൾ 3 ആ ഒരു ഫോർമാറ്റിലായിരിക്കണം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും. അതുപോലെ തന്നെ സെക്ഷൻ 133 അനുസരിച്ചുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതായിരിക്കണം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. The term financial statement should include any note and annexure forming part of such financial statements. ഇനി എന്തെങ്കിലും നോട്ടോ അല്ലെങ്കിൽ അനക്ഷറോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കണം, അതിൻ്റെ ഭാഗമായിരിക്കണം. The true and fair view is a matter of an auditor's judgment in the particular cases of a circumstances of a case. ഒരു ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. In more specific terms, it ensure true and fair view an auditor has to see. ചുരുക്കി പറയുവാണെങ്കിൽ ഓഡിറ്റർ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉറപ്പാക്കാൻ. ഒന്ന്, that the assets are neither undervalued nor overvalued according to the applicable accounting principles. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഒരു കാരണവശാലും അസറ്റ് അണ്ടർ വാല്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർ വാല്യൂ ചെയ്യുകയോ യഥാർത്ഥത്തിലുള്ള വിലയേക്കാളും കൂട്ടി കാണിക്കുകയോ കുറച്ച് കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. നോ മെറ്റീരിയൽ അസറ്റ് ഈസ് ഒമിറ്റഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല എമൗണ്ട് ഉള്ള അസറ്റ് ഒന്നും വിട്ടുപോകാനും പാടില്ല. ദ ചാർജ് ഇഫ് എനി ഓൺ അസറ്റ്സ് ആർ ഡിസ്ക്ലോസ്ഡ്. അസറ്റ്സിൻ്റെ മേലെ എന്തെങ്കിലും ചാർജസോ എക്സ്പെൻസസോ ഉണ്ടെങ്കിൽ അതും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. മെറ്റീരിയൽ ലയബിലിറ്റീസ് ഷുഡ് നോട്ട് ബി ഒമിറ്റഡ്. വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ല. The profit and loss account discloses all the matters required to be disclosed by Part 2 of Schedule 3 of the Companies Act 2013, and the balance sheet has been prepared in accordance with Part 1 of Schedule 3 of the Companies Act 2013. Profit and loss account പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് all the matters required to be disclosed by Part 2 of Schedule 3 of the Companies Act 2013. 2013 കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 3 രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പറയേണ്ട കാര്യങ്ങൾ, ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ പാർട്ട് 1 ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ആണ് പറഞ്ഞത്. അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മുടെ ബാലൻസ് ഷീറ്റും ബിയാൻഡും പ്രിപ്പയർ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അക്കൗണ്ടിങ് പോളിസീസ് ഹാവ് ബീൻ ഫോളോഡ് കൺസിസ്റ്റൻ്റ്ലി. അതുപോലെ തന്നെ അക്കൗണ്ടിങ് പോളിസീസൊക്കെ എല്ലാ വർഷവും ഒരേ രീതിയിലായിരിക്കണം ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വർഷം ഒരു അക്കൗണ്ടിങ് പോളിസിയും മറ്റൊരു വർഷം വേറൊരു പോളിസി ആയിരിക്കരുത് ഫോളോ ചെയ്ത്, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, മാറ്റമില്ലാതെ പോകുന്നതായിരിക്കണം. ആൻഡ് ഓൾ അൺയൂഷ്വൽ, എക്സെപ്ഷണൽ ഓർ നോൺ റെക്കറിങ് ഐറ്റംസ് ഹാവ് ബീൻ ഡിസ്ക്ലോസ്ഡ് സെപ്പറേറ്റ്ലി. അതുപോലെ തന്നെ അസാധാരണമായിട്ടുള്ളതും വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ളതും പ്രത്യേകതയുള്ളതും അതുപോലെ തന്നെ നോൺ റെക്കറിങ്ങും ആയിട്ടുള്ളത്, എല്ലാ വർഷവും വരുന്നതുമല്ലാത്ത ഐറ്റംസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. മിക്കവാറും എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കുറേ പോയിൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്തൊരു 17 പോയിൻറ്റ്സോളം ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു 10 to 12 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. കാരണം എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. An auditor should be a chartered accountant. He should be
an expert in his work and be a man of character and noble behavior. ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അയാളുടെ ജോലി അയാൾ വളരെ എക്സ്പേർട്ട് ആയിരിക്കണം, വളരെ നല്ല ഒരു ക്യാരക്ടർ, വളരെ വിശ്വസ്തമായ ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ബിസൈഡ്സ് ഹിസ് സ്റ്റാറ്റുട്ടറി ക്വാളിഫിക്കേഷൻ ഹി മസ്റ്റ് possess the following qualities. അയാളുടെ സ്റ്റാറ്റുട്ടറി ക്വാളിഫിക്കേഷൻ കൂടാതെ മറ്റ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഓഡിറ്റർ ഷുഡ് ബി വെൽ വേഴ്സ്ഡ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും പ്രാക്ടീസിനെ കുറിച്ചും അയാൾക്ക് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം, നല്ല ഇൻഫർമേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഹി ഷുഡ് നോട്ട് പാസ് എനി എൻട്രി ഓർ അക്കൗണ്ട് ആസ് കറക്റ്റ് അൺലെസ് ഹി ഈസ് ഷുവർ ഓഫ് ഇറ്റ്സ് കറക്റ്റ്നെസ്. ഒരു എൻട്രിയോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടോ ശരിയാണ് എന്ന് അയാൾ പാസ്സാക്കാൻ പാടില്ല. എപ്പോഴാണ് അതിൻ്റെ കറക്റ്റ്നെസ്സിനെ കുറിച്ച്, ശരിയാണോ എന്ന് അയാൾക്ക് ഉറപ്പില്ലാതെ ഒരു കാരണവശാലും അത് കറക്റ്റ് ആണെന്ന് പറയാൻ പാടില്ല. ഹി ഷുഡ് ബി ഫുള്ളി അവെയർ ഓഫ് ദി ന്യൂ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഓരോ കാലത്തിൽ ഓരോ മാറ്റങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുമല്ലോ, ഗവൺമെൻറ്റും ICAI ഒക്കെ ആയിട്ട് കൊണ്ടുവരും. അതിനെക്കുറിച്ച് നല്ല അവെയർനെസ് അയാൾക്ക് ഉണ്ടായിരിക്കണം. He must have a thorough knowledge of cost accounting. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നോളജ് അയാൾക്ക് ഉണ്ടായിരിക്കണം. He should be fully aware of the technical details of the working of the business which he is auditing. അയാൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചും അത് എങ്ങനെയാണ് വർക്കിംഗ് ആണെന്ന് ഉള്ളതും അയാൾക്ക് അവെയർനെസ് ഉണ്ടായിരിക്കണം. He should have thorough knowledge of Companies Act, Banking Regulations Act 1949, MRTP Act, Foreign Exchange Regulation Act, etc. ഓഡിറ്റർക്ക് ഈ പറയുന്ന ആക്ടുകളെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടുകളൊന്ന് കമ്പനീസ് ആക്ട്, ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949, MRTP ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഈ പറയുന്ന ആക്ടിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ്, ഹി ഷുഡ് ഹാവ് തറോ നോളജ് ഓഫ് ദി കമ്പനി ആൻഡ് മർക്കൻറ്റൈൽ ലോ. കമ്പനി ആൻഡ് മർക്കൻറ്റൈൽ ലോയെക്കുറിച്ചും അയാൾക്ക് നോളജ് ഉണ്ടായിരിക്കണം. ഹി ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ചും അയാൾക്ക് അറിവുണ്ടായിരിക്കണം. He should study the audit case laws which has been decided by courts in India and in other countries. ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകൾ, കോടതിയിൽ നിന്നുണ്ടായ അതിൻ്റെ ഡിസിഷൻസ്, അതിനെക്കുറിച്ചും അയാൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്തെങ്കിലും കേസും അതിൻ്റെ എന്താണ് വിധി വന്നത്, കോടതി വിധി വന്നത് എന്നുള്ളതിനെക്കുറിച്ചും അയാൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം. He should have a good knowledge of industrial management, financial administration and business organization. അയാൾക്ക് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിനെ കുറിച്ചും ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചും നല്ല ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം. He should be honest, impartial and not be influenced by others while performing duties. അയാൾ സത്യസന്ധനായിരിക്കണം, ആരോടും പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് ആരും അയാളെ സ്വാധീനിക്കാനും പാടില്ല. He must be cautious, vigilant, methodical, hardworking and accurate in judgment. വളരെ ശ്രദ്ധയോടുകൂടിയും വിജിലൻ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും നല്ല അധ്വാനിച്ചും വളരെ കൃത്യമായ രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ അയാൾ ശ്രദ്ധിക്കണം. He should possess high moral standards. He should not accept or sign a statement which he does not believe to be true and fair. ശരിയാണ് എന്ന് അയാൾക്ക് ഉറപ്പില്ലാണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും അയാൾ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സൈൻ ചെയ്യാനോ പാടില്ല. അയാൾ നല്ല മോറൽ സ്റ്റാൻഡേർഡ്സ്, നല്ല സ്വഭാവ ഗുണങ്ങളും അയാൾക്ക് ഉണ്ടായിരിക്കണം. He should seek clarification on the matters which he is not able to understand from the information provided to him. അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് അയാൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അയാൾ നേടിയിരിക്കണം. He must have the necessary courage and ability to write out his report clearly, correctly, concisely and forcefully. വളരെ ധൈര്യപൂർവ്വവും വളരെ കൃത്യമായിട്ടും അയാളുടെ റിപ്പോർട്ടിൽ
അയാൾ കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടും കറക്റ്റായിട്ടും വളരെ കൺസൈസ് ബ്രീഫായിട്ടും എന്നാൽ വളരെ ശക്തമായ രീതിയിലും അതിൻ്റെ അകത്ത് എഴുതുവാനുള്ള ധൈര്യവും അല്ലെങ്കിൽ ആർജവും അയാൾക്ക് ഉണ്ടായിരിക്കണം. He should build up a reputation for himself as a man of integrity and independence. അയാൾക്ക് സ്വന്തമായി അയാളെക്കുറിച്ചുള്ള ഒരു റെപ്യൂട്ടേഷൻ അയാൾ ബിൽഡ് ചെയ്തിരിക്കണം. അയാൾ വളരെ വിശ്വസ്തനാണ്, അയാൾ ഇൻഡിപെൻഡൻ്റ് ആണ്, ആരും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയല്ല എന്നുള്ള ഒരു റെപ്യൂട്ടേഷൻ അയാളെക്കുറിച്ച് തന്നെ അയാൾ ബിൽഡ് ചെയ്തിരിക്കണം. He should not adopt an attitude of suspicion. ഒരു സംശയത്തിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അയാളെ ഒരു സംശയത്തിന് നേരിൽ നിർത്തേണ്ട ആളാണ് എന്നുള്ള ഒരു പേരയാൾക്ക് നേടിയെടുക്കാൻ പാടില്ല. He should not disclose the secrets of his client. അയാളുടെ ക്ലയൻറ്റിൻ്റെ സീക്രട്സിനെ കുറിച്ച് ഒന്നും മറ്റുള്ളവരോട് പറയാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യരുത്. He must have കോമൺ സെൻസ് ഉണ്ടായിരിക്കണം എന്നൊരു ഇത്രയും ക്വാളിറ്റീസാണ് ഒരു ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ടത്.